മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് ഒരു കിടിലൻ ബ്രെഡ് ടോസ്റ്റ് ആയാലോ ഇന്ന്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 നുള്ള് സിന്നമൺ പൗഡർ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർക്കുന്നത്. അത് കയ്യിലില്ലെങ്കിൽ നോർമൽ ഷുഗർ എടുത്താൽ മതി. അതുണ്ടെങ്കിൽ ഒരു കാരമൽ ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് വേണം. ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്സ് ഒക്കെ കളഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് സ്ലൈസ്ഡ് ചീസാണ്. അപ്പോൾ അതാ ഞാനിവിടെ 5 സെറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 5 സെറ്റ് സ്ലൈസ്ഡ് ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 സെറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 10 സ്ലൈസ് ബ്രെഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് വെക്കുക. ഈ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാം വെച്ചതിന് ശേഷം എല്ലാത്തിൻ്റെയും 2 ഭാഗത്തും ഈ ഒരു ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ ഈ 5 സെറ്റിലേക്ക് കറക്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായ ശേഷം ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ തീയിലിടാൻ ശ്രദ്ധിക്കണേ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. കാരണം ബ്രൗൺ ഷുഗറാണ് നമ്മൾ ചേർത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാരമലായിട്ട് പെട്ടെന്ന് തന്നെ ഒരു കളർ ചേഞ്ച് ആവും. പെട്ടെന്ന് തന്നെ ഇത് സെറ്റാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചൂടോടെ കൂടെ സെർവ് ചെയ്യാനും ഒക്കെ പറ്റും. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യണേ. തണുത്ത് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. ചൂടോട് കൂടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു ഭാഗം ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇത് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. അതിങ്ങനെ പരസ്പരം ആ ഒരു ചീസിലങ്ങ് ഒട്ടിക്കിടന്നോട്ടെ. അപ്പോൾ ഉള്ളിൽ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവട്ടെ. ഈ 2 സൈഡും ഒന്ന് ടോസ്റ്റായി വരുമ്പോഴേക്ക്. എന്നിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രെഡിൻ്റെ സെറ്റ് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ 4 പീസ് കട്ട് ചെയ്തിട്ടാട്ടോ സെർവ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടി ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടും പുറത്തേക്ക് നല്ല ക്രിസ്പി ഒരു കാരമലിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ സിന്നമൺ ടേസ്റ്റും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു മോഡലിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്